ഇന്ന് നമ്മുടെ മധ്യേ വയനാട്ടിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അശോക് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഓൺലൈനിലൂടെ ശ്രവിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് മുന്നോട്ടുള്ള സമയം 7 മണി വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസന് ഉപയോഗിക്കാവുന്നതാണ്. വളരെ വിശാലമായ ഒരു സാക്ഷ്യമാണ് തനിക്കുള്ളത്. അതുകൊണ്ട് പരമാവധി സമയം കർത്താവിൻ്റെ ദാസന് കൊടുക്കുകയാണ്. ദൈവം കർത്താവിൻ്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കേൾക്കാമോ? വോയിസ് ക്ലിയർ ആണോ പാസ്റ്ററെ? കേൾക്കാം. ഓക്കെ. എന്റെ പേര് അശോകൻ എന്നാണ്. അശോക് 5 വീട്ടിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ താമസിക്കുന്നത് വയനാട്ടില് നടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഒരു ഭാര്യ പ്രസീത, ഒരു ആൺകുഞ്ഞിന് ദൈവം തരുവാനിടയായി തീർന്ന ഏബൽ, 4 വയസ്സ്. ഞങ്ങളിപ്പോൾ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പ് എന്ന സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ഗോസ്പൽ ആക്ഷൻ സംഘടനയെ കുറിച്ച് ദൈവദാസന്മാരെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതലും ട്രൈബൽസിന്റെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു ക്രിസ്തീയ സംഘടനയാണ് ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പ് എന്നത്. അപ്പോൾ ഞങ്ങള് ആ സമൂഹത്തിൽ നിന്ന്, ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് തന്നെ കൂടുതലായും മറ്റൊരാൾക്കാർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് സുവിശേഷം പറയുന്നതിനേക്കാൾ ഞങ്ങൾ തന്നെ പോയി പറയുന്നത് ഏറ്റവും ഉചിതമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഈ സുവിശേഷ സംഘടനയുമായി ചേർന്ന് നാളിതുവരെയും പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ 6ഓളം ആദിവാസി വിഭാഗങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് പണിയർ വിഭാഗത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുപ്പാനിടയായി. ഒരിക്കലും ഒരു ദൈവദാസൻ ഞങ്ങളുടെ ദേശത്തേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അദ്ദേഹം ഞങ്ങളായി സംസാരിച്ചിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുവാനിടയായി തീർന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാക്യം കേൾക്കുന്നത്. കാരണം അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് വന്നു കഴിഞ്ഞാല് കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ല. ഞങ്ങൾ 2 മക്കളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. വീണ്ടും ഞങ്ങൾക്ക് ഒരു അനിയനും കൂടെ ജനിപ്പാനിടയായി തീർന്നു. അപ്പൊ ആ കാലങ്ങളില് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിപ്പാനിടയായി തീർന്നു, വേദനകൾ അനുഭവിപ്പാനിടയായി തീർന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാല്, മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മയെ മർദ്ദിക്കുക, ഞങ്ങളെ മർദ്ദിക്കുക, ഞങ്ങളെ രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അങ്ങനെയുള്ള ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്, അപ്പൻ. അങ്ങനെ യേശു കർത്താവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം അച്ഛൻ ഒരു നാൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. കാലങ്ങളായി, യുഗങ്ങളായി അന്യദൈവങ്ങളെ സേവിച്ച് നടന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാവും അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ സേവിച്ച് നടന്നിട്ടും ആമേൻ, ഇങ്ങനെ ഒരു വാക്ക് കേട്ടില്ല. മാത്രവുമല്ല 7 വർഷമായി അച്ഛന് കണ്ടിന്യൂ ആയിട്ട് ശബരിമലയിലും ചോറ്റാനിക്കരയിലും മറ്റ് പുണ്യാക സ്ഥലങ്ങളിലും ഒക്കെയും ഏറ്റുമാനൂർ അമ്പലങ്ങളിൽ, അങ്ങനെ പല അമ്പലങ്ങളിൽ കടന്നു പോകാറുണ്ട്. അതിന്റെ സീസൺ ആകുമ്പോൾ ഒക്കെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാറുണ്ട്. എന്നിട്ട് അവിടെയൊക്കെയും പോയിട്ടും ഒരു സ്വസ്ഥതയും സമാധാനമോ ഒന്നും അനുഭവിപ്പാനിടയായി തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആമേൻ, സ്തോത്രം, ഈ വാക്യം അച്ഛനെ വളരെയേറെ പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നു. കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്.
ആമേൻ സോദരൻ. അങ്ങനെ അച്ഛന് ഇവിടെ ഈ പുണ്യാക സ്ഥലങ്ങളിലൊന്നും പോയിട്ട് എനിക്കൊരു രക്ഷയും കിട്ടിയില്ലല്ലോ, എനിക്ക് സമാധാനം കിട്ടിയില്ലല്ലോ. ഈ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഈ വാക്കൊന്ന് കേൾക്കാം, ആ യേശുവിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് തീരുമാനമെടുപ്പാനിടയായി തീർന്നു. അങ്ങനെ ആ യേശുവിനെ ഒരു 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 സൺഡേയിൽ ഞങ്ങൾ ആരാധനയ്ക്കായി കടന്നു പോകാനിടയായി തീർന്നു. ഞങ്ങളുടെ ജീവിത ബാക്ക്ഗ്രൗണ്ടുകൾ പറയണ്ടല്ലോ, നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വീടില്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പഴയ ഡ്രസ്സൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്, നല്ല പുതിയതെന്ന് പറയാനൊന്നുമില്ല. കീറി ഇട്ട് പഴകിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് അന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ കടന്നു പോകാനിടയായി തീർന്നു. ആരാധന കടന്നു പോയി ദൈവത്തെ അറിഞ്ഞു. അങ്ങനെ ആരാധനയ്ക്ക് കടന്നു പോയപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. അച്ഛന്റെ കൈ പിടിച്ച്, ഞാൻ ചെറിയ കുഞ്ഞാ, അച്ഛന്റെ കരവും പിടിച്ച് ഞാനും അച്ഛനും ഒരുമിച്ച് ഭവനത്തിൽ നിന്ന് ആരാധനയ്ക്കായി എല്ലാ ആഴ്ചകളും കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ വളരെയേറെ മാറ്റം അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഞാനും എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ കടന്നു പോകുമ്പോൾ, ആരാധനയ്ക്കായി അങ്ങനെ കടന്നു പോകുമ്പോൾ, ദൈവമായിട്ടൊരു ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു പോകുമ്പോൾ വീട്ടിൽ വളരെയേറെ വിഷയങ്ങൾ ഉണ്ടാവാനിടയായി തീർന്നു. ആദ്യം എതിർപ്പുമായി അമ്മ വരുവാനിടയായി തീർന്നു. അമ്മ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, നിങ്ങള് ആമേൻ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അല്ലേ സേവിക്കുന്നത്. അച്ഛനോട് ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അല്ലേ സേവിക്കുന്നത്, നിനക്കൊരു പിന്നെ ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടി ജീവിച്ചുകൂടെ, അങ്ങനെ നിനക്ക് മുൻപോട്ട് പോയാൽ പോരെ, എന്നെ ഒന്ന് ഒഴിവാക്കിയരെ എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അമ്മ അങ്ങനെ വളരെയേറെ വിഷയമുണ്ടാക്കുവാനിടയായി തീർന്നു. നമുക്ക് നമുക്ക് സ്വന്തമായി കാവുണ്ടല്ലോ, നമുക്ക് സ്വന്തമായ ദൈവങ്ങളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു ദൈവത്തെ സേവിക്കുന്നത്, മറ്റൊരു ദൈവത്തെ ആരാധിപ്പാനായി കടന്നു പോയിരിക്കുന്നത് എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ വളരെയേറെ വിഷയങ്ങളും പ്രയാസങ്ങളും വീണ്ടും ആമേൻ സഹോദരൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് മാസങ്ങൾക്ക് ശേഷം അച്ഛൻ അമ്മയോട് തിരിച്ചൊരു ചോദ്യം ചോദിപ്പാനിടയായി തീർന്നു. അന്നത്തെ എന്നെ നിനക്ക് വേണോ, ഇപ്പോഴത്തെ എന്നെ വേണോ? നിന്നെ വൈകുന്നേരം വരെയും പണിയെടുത്ത് അധ്വാനിച്ച് കിട്ടുന്ന കാശിന്റെ കള്ളും കുടിച്ച്, അതുപോലെ തന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അങ്ങനെ ഒരു അന്തരീക്ഷമാണോ നിനക്ക് വേണ്ടത്? അല്ല, യേശു ക്രിസ്തുവിനെയാണോ, യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം മാറ്റം വരുത്തുവാനിടയായി തീർന്നു, ഈ മാറി എന്നെയാണോ നിനക്ക് വേണ്ടതെന്ന് പറയുവാനിടയായി തീർന്നു. അമ്മയെ ആ വാക്ക് വളരെയേറെ ചിന്തിപ്പാനിടയായി തീർന്നു. എന്തോ ഒരു മാറ്റം അച്ഛനിലുണ്ട്. പഴയതുപോലെ മദ്യപാനമില്ല, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എന്തോ ഒരു മാറ്റം അച്ഛനിൽ കാണുവാനിടയായി തീർന്നു. അങ്ങനെ അമ്മ പതിയെ ഞങ്ങളുടെ കൂടെ പതിയെ ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിലെല്ലാം പതിയെ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഞങ്ങളെ പാട്ടുകളും പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിപ്പാനിടയായി തീർന്നു. അച്ഛന്റെ മാറ്റം അല്ലെങ്കിൽ അച്ഛന്റെ മാനസാന്തരം അമ്മയെ വളരെയേറെ ആമേൻ സ്തോത്രം ആകർഷിപ്പാനിടയായി തീർന്നു. അങ്ങനെ യേശു കർത്താവിനെ ഞങ്ങൾ പറയാതെ തന്നെ ഒരാഴ്ച ഞങ്ങളുടെ കൂടെ അമ്മ ആരാധനയ്ക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മാറുവാനിടയായി തീർന്നു. അപ്പോൾ ഞങ്ങളെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന നാമം ഞങ്ങളുടെ ബന്ധുക്കാരോടും സ്വന്തക്കാരോടും കോളനി നിവാസികളോടും ഒക്കെയും പറയുവാനിടയായി തീർന്നു. ആമേൻ സഹോദരൻ. അങ്ങനെ ഞങ്ങളെ കുടുംബമായി ആരാധനയ്ക്ക് പോവാൻ തുടങ്ങി. വീണ്ടും വിഷയങ്ങൾ ഉണ്ടാവാനിടയായി തീർന്നു. ദേശത്ത് വിഷയങ്ങൾ ഉണ്ടാവാനിടയായി തീർന്നു. മാത്രമല്ല, പാരമ്പര്യമായി ഞങ്ങൾ സേവിച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പിതാവിന്റെ പിതാവാണ് ജമ്മി എന്ന് പറയും. ഞങ്ങളുടെ ഭാഷയിൽ അതിന് ജമ്മി എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഗോത്രങ്ങളിലെ തലവൻ. ഈ ഗോത്രങ്ങളിലെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു വിവാഹമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, മറ്റേത് ഒരു പ്രായപൂർത്തിയായ ചടങ്ങായിക്കോട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ പിതാവിന്റെ പിതാവായിരുന്നു. എൻ്റെ അച്ഛന്റെ അപ്പനായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്ത മന്ത്രവാദിയായ മനുഷ്യൻ. അദ്ദേഹം
ആൾക്കാരോട് പറയുവാനിടയായി തീർന്നു, ഇവൻ മതം മാറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്, ജാതി മാറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊരു ദൈവമുണ്ടല്ലോ, നമ്മൾ കാലാകാലം സേവിച്ചു വരുന്ന ദൈവമുണ്ടല്ലോ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും ഭവനത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ദേശക്കാരെല്ലാം ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. അങ്ങനെ വളരെയേറെ വിഷയങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. അവര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോകുന്നെങ്കിൽ പോയിക്കോ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പാടില്ല, ഞങ്ങളെ ഫാമിലിയുമായി ബന്ധപ്പെടാൻ പാടില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറ്റിയൊക്കെ നിർത്തുവാനിടയായി തീർന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വനത്തിനുള്ളിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു. ഒരു 10ഓ 15ഓ വീട്ടുകാർ മാത്രമുള്ളൊരു ചെറിയൊരു ഗ്രാമം, മണലുവയൽ എന്ന് പറയും. ആ വനത്തിനുള്ളിലെ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. അവിടെ ആ ഒരു അന്തരീക്ഷത്തിലാണ് എൻ്റെ പിതാവ് എന്നെ ഞങ്ങളെ മർദ്ദിക്കുകയും മദ്യം കഴിച്ചു വന്ന് ഞങ്ങളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത് രാത്രി കാലങ്ങൾ ഞങ്ങളെ ഇറക്കി വിട്ട് ഞങ്ങൾ രാത്രികളിൽ തന്നെ ആ കാട്ടാനകളും മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെയും ഉള്ള കാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുവാനിടയായി തീർന്നു. ഞങ്ങള് തൊട്ടടുത്ത് മറ്റു വീടുകളൊന്നുമില്ല. വീണ്ടും 1/2 കിലോമീറ്റർ ദൂരെ ഡിസ്റ്റൻസ് ഉണ്ട് ആ മറ്റു വീടുകള്. അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങളെ, ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ ഓടിപ്പാനിടയായി തീർന്നു. പല ദിവസങ്ങളിലും പല നാടുകളിലും അങ്ങനെ പല വീടുകളിലും പോയി ഞങ്ങൾ അഭയം തേടുമായിരുന്നു. അങ്ങനെ ഒരുക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിനെ അറിഞ്ഞ് ഇത്രത്തോളം, ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ ജീവിതം ഇത്രത്തോളം മാറുവാനിടയായി തീർന്നു. അപ്പൊ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇങ്ങനെ വളരെയേറെ വിഷയങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നു. കാരണം എൻ്റെ പിതാവിന് ശേഷം അത് അച്ഛന് ശേഷം ഞാനുമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു വരേണ്ടത്. പാരമ്പര്യമായി ഞങ്ങളെ കാവുകളും കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കേണ്ടത് ഞാനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലേക്ക് എൻ്റെ പിതാവിന്റെ കാലം എത്തിയപ്പോൾ എൻ്റെ പിതാവൻ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു, സത്യദൈവത്തെ അറിയുവാനിടയായി തീർന്നു. അപ്പോൾ സത്യദൈവത്തെ അച്ഛൻ തിരിച്ചറിയുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അച്ഛന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീർന്നു. ഞങ്ങളെ കുടുംബത്തിൽ അനുഭവിപ്പാനിടയായി തീർന്നു. ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധുമിത്രാദികളും എല്ലാം ഞങ്ങളെ മാറ്റി നിർത്തുവാനിടയായി തീർന്നു, അകറ്റി നിർത്തുവാനിടയായി തീർന്നു. അങ്ങനെ കോളനിക്കാരെല്ലാം ചേർന്ന് പോലീസ് പരാതികൾ അനേക പോലീസ് സ്റ്റേഷനുകൾ കൊണ്ട് പരാതികളെല്ലാം കൊടുപ്പാനിടയായി തീർന്നു. ഇവർ മതം മാറ്റുകയാണ്, ജാതി മാറ്റുകയാണ്, ഞങ്ങൾക്കൊരു ദൈവമുണ്ടല്ലോ, ഇവര് ക്രിസ്ത്യാനികളെ ദൈവത്തെ സേവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അനേക പരാതികളൊക്കെ കൊടുപ്പാനിടയായി തീർന്നു. അങ്ങനെ പല പോലീസ് സ്റ്റേഷനുകളൊക്കെ കയറി ഇറങ്ങി. എന്നിട്ടും അവിടെ ആ പോലീസ് സ്റ്റേഷനിലൊക്കെ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പോലീസുകാർ സംസാരിക്കുന്നത്. ഇവരിപ്പോൾ മദ്യപിക്കുന്നില്ലല്ലോ, അവരിപ്പോൾ പഴയതുപോലെ കള്ളുകൂടിയില്ലല്ലോ, അവരെ കൊണ്ടൊരു ശല്യമില്ലല്ലോ, അവര് പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങൾക്ക് ശല്യം? ഇത്ര നാൾ അവന് മദ്യപിച്ച് വഴക്കുണ്ടാക്കും, വീട്ടുകാർക്ക് സ്വസ്ഥതയില്ല, നാട്ടുകാർക്ക് സ്വസ്ഥതയില്ല, ഇങ്ങനെ പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷയമില്ലല്ലോ, ഇപ്പോൾ യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞ് അവർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങൾക്ക് ശല്യം എന്ന് പോലീസുകാർ തിരിച്ചു ചോദിപ്പാനിടയായി തീർന്നു. അങ്ങനെ പല പരാതികളും കൊടുത്തു. ഞങ്ങൾ അതിനൊന്നും പ്രതികരിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു നാള് ഞങ്ങൾ അറിഞ്ഞ സത്യം ഇവരും അറിയണമേ, ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരേ വിഷയമുള്ളൂ, ഞങ്ങൾ ഇരിക്കുന്ന പായിലിരുന്ന് അവരും ദൈവത്തെ അറിയണം, അവരും സേവിച്ച് ഞങ്ങൾ കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കണമെന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ പിതാവിന്റെ അമ്മ ആദ്യം ദൈവത്തെ ഞങ്ങൾ കൂടെ വരുവാനിടയായി തീർന്നു, ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ആ മന്ത്രവാദിയായിരിക്കുന്ന വല്യച്ഛന്റെ ഭാര്യ അല്ലെങ്കിൽ വല്യമ്മ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഞങ്ങളെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോകും, പ്രാർത്ഥിക്കുവാൻ പോകും. ബാക്കി ആൾക്കാരെ ഞങ്ങളെ വേറൊരു രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെയൊക്കെ അന്തരീക്ഷം ഇങ്ങനെ മാറുവാനിടയായി തീർന്നു. ആമേൻ, പാർട്ടിക്കാരോട്, ആമേൻ, സ്തോത്രം, BJP ആൾക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് നോക്കി. ഇവിടെ ഒന്നും ഞങ്ങൾ കീഴടങ്ങുവാൻ തയ്യാറായില്ല. ആമേൻ, സ്തോത്രം. അവിടെയൊക്കെയും നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുവാനിടയായി തീർന്നു. പാർട്ടിക്കാര് വന്നിട്ട് പറയുവാനിടയായി തീർന്നു,
ആമേൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാനിടയായി തീർന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞ സത്യത്തെ വിട്ട് ഞങ്ങൾ ആമേൻ സോദര ഇടത്തോട്ടോ വലത്തോട്ടോ പോകില്ല, ഞങ്ങൾ വെച്ച കാലം മുൻപോട്ടേ പോവുള്ളൂ. അങ്ങനെ ആഴത്തിലേക്ക് ഞങ്ങൾ വീണ്ടും ചുവടുകൾ വെക്കുവാനിടയായി തീർന്നു. പലരും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കി, പലരും ഞങ്ങളെ വേദനിപ്പിച്ചു. എങ്കിലും ആമേൻ ഒരു സത്യ ദൈവമുണ്ട്, ഞങ്ങളൊക്കെ മാറ്റം വരുത്തിയ ദൈവമുണ്ട്. വരുന്ന ആളുകൾ അവരും ഈ ദൈവത്തെ അറിയണം എന്നുകൊണ്ട് ആമേൻ സോദരൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞങ്ങളെ വീടിന് തൊട്ടു ചേർന്ന് ഒരു പുഴയുണ്ട്, ഒരു നദിയുണ്ട്. അപ്പൊ ആ നദിക്ക് കുറുകെ പാലമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് കടക്കണമായിരുന്നു, പുഴ ഇങ്ങനെ ക്രോസ് ചെയ്ത് കടന്നു പോകണമായിരുന്നു. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പുഴയിലൂടെ അനേക ജീവനുകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് കോളനികളിൽ നിന്ന് തന്നെ ഒരുപാട് പേര് അതിലൊക്കെ മരണപ്പെടുവാനിടയായി തീർന്നു. ഇങ്ങനെയൊക്കെ അന്തരീക്ഷം ഉണ്ടായിട്ടും ഇതിനൊന്നും മാറ്റം വരുത്തിയില്ല. മദ്യപിച്ച് തന്നെ എത്രയോ പേർ ആ പുഴയിൽ പോയിരിക്കുന്നു, ഇതിനൊന്നും മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ യേശുവിനെ അറിഞ്ഞ് മാറിയപ്പോൾ അവർക്ക് ഇതാണ് വിഷയമെന്ന് ഞങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. കാരണം ഇങ്ങനെ മരണപ്പെട്ട ആൾക്കാര് ഇവർക്ക് അതിന് പാലമോ മറ്റു കാര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ചെയ്തു തരാതെ ആമേൻ സോദരി ഇങ്ങനെ ഞങ്ങൾ നല്ല വഴിയിലൂടെ പോയപ്പോൾ അതാണ് അവർക്ക് വലിയ കാര്യം, അതാണ് അവർക്ക് വലിയ പ്രശ്നമായി മാറുവാനിടയായി തീർന്നു. അങ്ങനെ ആമേൻ ഞങ്ങളെ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളും അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ആമേൻ എന്നാലും ഞങ്ങൾ മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന ആമേൻ ആ സത്യവചനം ഞങ്ങൾ മുറുകെ പിടിപ്പാനിടയായി തീർന്നു. ഞങ്ങൾ പരമാവധി എല്ലാ ആൾക്കാരുടെ ഇടയിലേക്കും പോയി ഞങ്ങൾ മതം മാറ്റുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ മനസ്സാണ് മാറിയത്, ഞങ്ങളുടെ മതമല്ല മാറിയത്. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിത രീതി മാറി, ഞങ്ങളുടെ ജീവിത ശൈലി മാറി, ഞങ്ങളുടെ മനസ്സാണ് മാറിയതെന്ന് മറ്റാൾക്കാർ ഞങ്ങളുടെ ബന്ധുക്കാരോടും സ്വന്തക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആമേൻ സോദര അങ്ങനെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. ഇതിനിടയിൽ ഞങ്ങൾക്കെതിരെ വളരെയേറെ വിഷയങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ കാവുകളൊക്കെയാണ്. അപ്പൊ ഈ കാവുകളൊക്കെ എന്താക്കി ഇവിടുത്തെ കല്ലൊക്കെ ഇങ്ങനെ പൂജിച്ച് വെച്ചിരിക്കുക. ഓരോ വിഗ്രഹങ്ങൾ പോലെ തന്നെയാണ് ഈ കല്ലിനെ കുളിയനും കുട്ടിച്ചാത്തനും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂജിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെ എടുത്തെറിയുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഉത്ബോധിപ്പാനിടയായി തീർന്നു. അച്ഛനോട് പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് അച്ഛൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഈ ദൈവങ്ങളൊക്കെ എടുത്ത് പുഴയിലേക്ക് എറിയുവാനിടയായി തീർന്നു. അങ്ങനെ അമ്മേൻ എറിഞ്ഞതിന് ശേഷം അച്ഛന് പെട്ടെന്നൊരു ഭീതി വരുവാനിടയായി തോന്നുന്നു. കാരണം ഞാൻ സേവിച്ചില്ലെങ്കിലും എൻ്റെ ബന്ധുക്കാർക്കും എൻ്റെ ബാക്കിയുള്ള സമൂഹത്തിനും ഈ ദൈവത്തെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ പെട്ടെന്നൊരു പേടി വരുവാനിടയായി തോന്നുന്നു. ദൈവമേ, ഇനി അവരെ കൊണ്ട് പരാതി കൊടുക്കുമോ, വേറെന്തെങ്കിലും വിഷയമാകുമോ എന്നൊക്കെയും അച്ഛൻ പ്രയാസപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. റൂമിൽ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുവാനിടയായി തീർന്നു, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഇത് എടുത്തെറിഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഈ വിഗ്രഹത്തെ കൊണ്ട് വെള്ളത്തിൽ എറിഞ്ഞത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല, നീ ധൈര്യമായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും അച്ഛനെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഇന്നേ വരെയും നാളിതുവരെ ആയിട്ടും ആ ഒരു കാര്യത്തിന് ഞങ്ങളെ ആരോ ചോദ്യം ചെയ്യുവാനോ ഞങ്ങളുടെ കുടുംബക്കാരോ ഞങ്ങളുടെ ഗോത്രക്കാരോ ഗോത്രപിതാക്കന്മാരോ ആരും വരുവാനിടയായില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പ്രകാരമാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ദൈവത്തിനെ അറിഞ്ഞ് അങ്ങനെ വന്നത് വളരെയേറെ ആ ദേശത്തിന് അനുഗ്രഹമാകുവാനിടയായി തീർന്നു. അനേകർ യേശുവിനെ കണ്ടെത്തുവാനിടയായി തീർന്നു. അനേക ദൈവദാസന്മാര് പിന്നീട് ആ കോളനിയിൽ നിന്ന് എഴുന്നേൽപ്പാനിടയായി തീർന്നു. ഞങ്ങള് 6 ദൈവദാസന്മാരുണ്ട്, അതുപോലെ സുവിശേഷകന്മാരുണ്ട്, അതുപോലെ അനേക ചർച്ചകളിൽ ഇപ്പോഴും അനേകർ കടന്നു പോകുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ചർച്ചിൽ കൂടി വന്നിരുന്ന അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെയും ദൈവവേലയായിട്ട്, അച്ഛന് ദൈവവേലയായിട്ട് മറ്റൊരു സ്ഥലത്താണ്, ഞാനും ദൈവവേലയായിട്ട് മാനന്തവാടി പ്രദേശമായിരിക്കുന്നു. അങ്ങനെയൊക്കെയായി പല ദൈവദാസന്മാരെ ദൈവം അവിടെ എഴുന്നേൽപ്പിപ്പാനിടയായി തീർന്നു. മിക്കവാറും എല്ലാവരും തന്നെ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. യേശു കർത്താവിനെ അറിഞ്ഞതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് യേശു കർത്താവ് എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ മറ്റുള്ളവരോട് പറയുവാനിടയായി തീർന്നു. ഞങ്ങളുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കുടിക്കുകയില്ല. കാരണം
മുറ്റം കണ്ടു കഴിഞ്ഞാൽ മുറുക്കി തുപ്പി വീട്ടിൽ വൃത്തിയില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ജീവിതമൊക്കെ മാറുവാനിടയായിത്തീർന്നു. ഇന്ന് അനേകർ ഇപ്പോ കറണ്ട് ബില്ലിടുന്ന ആളായിക്കോട്ടെ, മറ്റ് പല ഈ കാര്യങ്ങൾക്കൊക്കെയും വരുന്ന ആൾക്കാരായിക്കോട്ടെ, ഞങ്ങളുടെ ഇലക്ഷൻ പ്രമാണിച്ച് വരുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കും, ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളുടെ ജീവിത രീതികളെല്ലാം മാറുവാനിടയായിത്തീർന്നു. കാരണം യേശുവിനെ അറിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ആ പഴയ സ്ഥിതികളെല്ലാം മാറി. ദൈവം എന്താക്കി, നല്ല രീതികളിൽ ജീവിപ്പാനുള്ള കൃപ, നല്ല വസ്ത്രം തന്നു, നല്ല ജീവിതം ജീവിപ്പാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വേലയായിട്ട് ഇപ്പോൾ മാനന്തവാടിയിലായിരിക്കുന്നു. ഇതിനു മുന്നേ ഒരു 2 മാസം മുന്നേ ബത്തേരിയുടെ പ്രദേശത്തായിരുന്നു ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോകുമ്പോഴൊക്കെയും ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ഈ ഗോസ്പൽ നാഷണൽ സംഘടനയെ ചേർന്ന് നിൽക്കുന്നതിന് മുന്നേ വേറൊരു ദൈവദാസനുമായിട്ടാണ് ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിപ്പാനിടയായിത്തീർന്നു. ദൈവവേല ചെയ്യുവാനുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും എങ്ങനെ ജീവിക്കുമെന്ന് ഒരു ചോദ്യചിഹ്നമായി നിന്ന നിമിഷമുണ്ട്. അപ്പോഴൊക്കെയും ദൈവത്തോട് പറയുവാനിടയായിത്തീർന്നു. ഏലിയാവിനെ പോറ്റിയ കർത്താവ് ഞങ്ങളെയും പോറ്റുവാനിടയായിത്തീർന്നു. ഒരിക്കൽ ഞങ്ങളിങ്ങനെ നാളെ എങ്ങനെ ജീവിക്കും, കാരണം ഞങ്ങൾ അവിടെ സുവിശേഷം പറഞ്ഞ് കുറച്ച് 1-2 പേര് ആരാധനയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ നോക്കി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാരണം ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം നാളെ സൺഡേ ആണല്ലോ, ആരാധനയ്ക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. അന്ന് രാവിലെ 5 മണിക്ക് ഞാൻ ദൈവത്തോട് എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ഒരു 6 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുവാനിടയായിത്തീർന്നു. എൻ്റെ ഭാര്യയുടെ പിതാവ്, അവരും ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്. അപ്പൊ ഭാര്യ പിതാവിനെ വിളിപ്പാനിടയായിത്തീർന്നു. മോനെ നീ ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ ഓർത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ സഹായത്തിനു വേണ്ടി വിളിക്കുന്നതായി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് 2000 രൂപയുടെ കിറ്റ് എനിക്ക് വേറൊരു ദൈവദാസൻ കൊടുത്തതാണ്. ആ ദൈവദാസന് കൊടുത്തതാണ് എനിക്ക് തരുവാനിടയായിത്തീർന്നു. അതെന്റെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹമായി തീരുവാനിടയായിത്തീർന്നു. അതുപോലെ ഒരിക്കല് ഞങ്ങളുടെ കുഞ്ഞിന് നല്ല സ്വീറ്റ്സോ മറ്റൊന്നും കൊടുക്കുവാൻ, ഒരു പാമ്പേഴ്സോ മേടിക്കുവാൻ, ചെറിയ കുഞ്ഞായിരുന്നു, കൈക്കുഞ്ഞായിരുന്നു, സ്വീറ്റ്സോ പാമ്പേഴ്സോ ഒന്നും മേടിക്കുവാൻ കാശില്ലാതിരുന്ന സമയത്ത് ഒരു ദൈവദാസനെ ഞങ്ങളുടെ ദേശത്തേക്ക് ദൈവം അയപ്പാനിടയായിത്തീർന്നു. അങ്ങനെ വളരെയേറെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വരികയാണ്. മാത്രമല്ല ഞാൻ അവിടെ ദൈവവേല ചെയ്യുമ്പോൾ തന്നെ ഗോസ്പൽ നാഷണൽ ഫെലോഷിപ്പിന്റെ സംഘടനക്കാരനെ ഇതിലേക്ക് വിളിപ്പാനിടയായിത്തീർന്നു. ഒരാരാധന ഞാൻ അവരോടൊപ്പം പങ്കെടുപ്പാനിടയായിത്തീർന്നു. വചന ശുശ്രൂഷിപ്പാനും അനുഭവ സാക്ഷ്യങ്ങളെല്ലാം പറയുവാനിടയായിത്തീർന്നു. തുടർന്ന് അവർ ഞങ്ങളോട് ചോദിപ്പാനിടയായിത്തീർന്നു, ഞങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നിൽക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തുകൂടെ എന്നൊക്കെ പറയുവാനിടയായിത്തീർന്നു. ഞങ്ങൾ അങ്ങനെ ഗോസ്പൽ നാഷണൽ ഫെലോഷിപ്പ് സംഘടനയോട് ചേർന്ന് വടക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് വടക്കനാട്. അവിടെ ആദിവാസികൾ ആണ് കൂടുതലും തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണ്. അതിലെ നായക്ക വിഭാഗത്തിനിടയിൽ ദൈവത്തിന് വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തരുവാനിടയായിത്തു. നായക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറ ജാതിക്കാരായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മുടെ ആൾക്കാരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത വനങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു കൂട്ടരാണ് നായക്കർ എന്ന് പറയുന്നത്. കാട്ടിലെ വിഭവങ്ങളും കാട്ടുതേനും ആയിക്കോട്ടെ, കാട്ടുകിഴങ്ങ്, അങ്ങനെ കാട്ടിലെ ഇതൊക്കെ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ഇടയിൽ ദൈവം വേല ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അയപ്പാനിടയായി തീർന്നു. അവിടെ പോയപ്പോഴും ആദ്യകാലങ്ങളിൽ വളരെയേറെ ഭാരപ്പെടുവാനിടയായി തീർന്നു. ചെന്ന് കയറിയതും ഞങ്ങള് മുമ്പൊരു സംഘടനയെ സപ്പോർട്ട് ഇല്ലാണ്ടാണ് അങ്ങോട്ട് ചെന്നത്. ആ സമയങ്ങളിലും ഞങ്ങളെ ആ ആഴ്ചകളിൽ ജോയിൻ ചെയ്യുന്ന ആഴ്ചകളിൽ വളരെയേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയായി തീർന്നു. ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടാവാനിടയായി തീർന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾ അവിടെ പോയി പിറ്റേ ദിവസം തന്നെ ഒരു ദൈവദാസനെ ഞങ്ങളുടെ ദേശത്തേക്ക് ദൈവം അയപ്പാനിടയായി തീർന്നു. നിലമ്പൂരിന്ന് 2 ദൈവദാസന്മാര് ഒരു ട്രീറ്റ്മെന്റിനായി ഒരു വൈദ്യരുടെ അടുത്ത് കാണാൻ വന്നു. നാട്ടുവൈദ്യരെ കാണാൻ വേണ്ടി വന്നതാണ്. ആ നാട്ടുവൈദ്യരെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇവർക്ക് കിട്ടിയ ടോക്കണ് ഒരുപാട് പുറകിലാണ്. ഇവരുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, നമുക്ക് ഇങ്ങോട്ട് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡെ മുൻപോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ആലയം കണ്ട് അവിടെ നിർത്തുവാനിടയായി തീർന്നു.
ഞങ്ങൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയം ഫോണിൽ റീചാർജ് ഇല്ല, വീട്ടുകാരെ വിളിക്കാനോ ആരോടും ഞങ്ങളുടെ സാഹചര്യം പറയുവാനോ ഒന്നും ഒരവസ്ഥയില്ലാതിരുന്ന സ്ഥാനത്ത് ആ ദൈവദാസന്മാർ ഞങ്ങളുടെ ആലയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. സോ ഞങ്ങളുടെ ആലയത്തിന്റെ അടുത്ത് അവർ കറക്റ്റ് അവിടെ എത്തിയപ്പോൾ അവർ വണ്ടി നിൽക്കുവാനിടയായി തീർന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ആലയം കണ്ട് അകത്തേക്ക് കയറുവാനിടയായി തീർന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇന്നലെ വന്നതേ ഉള്ളൂ, ഞങ്ങൾ ഇന്ന കഷ്ടതയിലൂടെയൊക്കെയും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അവരോട് പോലും ഈ കാര്യം പറഞ്ഞില്ല. ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ ദൈവദാസന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു ദൈവദാസന് 500 രൂപയും മറ്റൊരു ദൈവദാസന് 200 രൂപയും തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഫോണെല്ലാം റീചാർജ് ചെയ്യുവാനിടയായി തീർന്നു. ഭക്ഷണ സാധനങ്ങള് പച്ചക്കറിയും മറ്റുമൊക്കെ മേടിപ്പാനിടയായി തീർന്നു. അങ്ങനെ കുഞ്ഞിനുള്ള സ്വീറ്റ്സ് ഒക്കെ മേടിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ ഭംഗിയായി നടത്തുവാനിടയായി തീർന്നു. അവിടെ ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളിലൂടെ ഞങ്ങളെ ശുശ്രൂഷയെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഞങ്ങളുടെ മേൽ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഓരോ വരങ്ങളെ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി ഞങ്ങളുടെ ദേശത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് വിടുതലും സൗഖ്യവും ഒക്കെ ഉണ്ടാവാനിടയായി തീർന്നു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ കണ്ണിന് മുൻപേ ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. ഒരിക്കല് ഒരു കുഞ്ഞ് 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, ഈ കുഞ്ഞിന് അപസ്മാരമായിട്ട് ഞങ്ങൾ ചർച്ചിൽ പോയി ജോയിൻ ചെയ്ത സമയത്ത് അപസ്മാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിക്കുവാനിടയായി തീർന്നു. ടീച്ചർ വിളിച്ച് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ വിളിച്ച് ഈ കുഞ്ഞിന് അപസ്മാരം ഇളകിയിരിക്കുക, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുവാനിടയായി തീർന്നു. ഇവർ പോകുന്ന വഴി ഞാൻ ഇവരെ കണ്ടിട്ട് നിങ്ങൾ ചർച്ചിലേക്ക് ഒന്ന് വാ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ചർച്ചിലേക്ക് വന്ന ആ കുഞ്ഞിനെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ആ അപസ്മാരം അവിടുന്ന് മാറിപ്പോവാനിടയായി തീർന്നു. ഇന്നേ വരെ ഞങ്ങള് അവിടുന്ന് ഇപ്പൊ 2 വർഷമായി. 2 വർഷമായിട്ട് ആ കുഞ്ഞിന് പിന്നെ അപസ്മാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവം എന്താക്കി ആ കുഞ്ഞിനെ വിടിപ്പാനിടയായി തീർന്നു. പിന്നെ ഒരു കുഞ്ഞ് ജന്മന നടക്കില്ല. 7 വർഷമായിട്ടും നടക്കാത്ത ഒരു കുഞ്ഞ് 7 വയസ്സായി. ഒരു ആരാധന ദൈവത്തിന്റെ ആത്മാവ് പറയുവാനിടയായി തീർന്നു. ഈ കുഞ്ഞ് ഈ വർഷം, ഈ മാസം, ഈ ആഴ്ചയിൽ നടക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അവരോട് ദൂത് പറയുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. പിറ്റേ ആഴ്ചയില് ആ കുഞ്ഞ് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാനിടയായി തീർന്നു. പിന്നെയുള്ള ദിവസങ്ങളില് ആ കൊച്ചു മുൻപോട്ട് ഓരോ സ്റ്റെപ്പുകൾ വെക്കുവാനിടയായി തീർന്നു. കാരണം എനിക്ക് വളരെയേറെ ഒരു വിഷമമായിരുന്നു. കാരണം എന്റെ കുഞ്ഞിന് ആ ഒരു സമയത്ത് 2-2.5 വയസ്സുണ്ട്. ആ കുഞ്ഞ് നടക്കുമ്പോഴും പിന്നെ എന്റെ ചെറിയ കുഞ്ഞ് നടക്കുമ്പോഴും ഈ 7 വയസ്സുള്ള കുട്ടി നടക്കാതെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ വേദന അനുഭവപ്പെടുവാനിടയായി തീർന്നു, പ്രയാസം അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു, ദൈവമേ ഇന്ന് ഈ ആരാധനയിൽ തന്നെ ഈ കുഞ്ഞിനൊരു വിടുതൽ നൽകണമേ, ആശ്വാസം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ കരം പിടിച്ച് ഞാൻ എഴുന്നേൽപ്പിപ്പാനിടയായി തീർന്നു. ആ കുഞ്ഞ് ഇന്ന് പരസഹായമില്ലാതെ സ്വന്തമായി നടക്കുകയാ. 7 വർഷം നടക്കാത്ത ആ കുഞ്ഞ് എഴുന്നേറ്റ് നടപ്പാനിടയായി തീർന്നു. അങ്ങനെ ദൈവ അത്ഭുതങ്ങളൊക്കെയും ചെയ്തു വരികയാണ് ഞങ്ങളുടെ ജീവിതത്തില്. മാത്രമല്ല, ഞങ്ങൾ അവിടെ 1 വർഷത്തോളം ദൈവത്തിന്റെ വേല ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വേറൊരു അനുഭവം ഉണ്ടാവാനിടയായി തീർന്നു. മറ്റൊരു കുഞ്ഞ്, അതിന്റെ ദേഹത്തേക്ക് വലിയൊരു മരം വീണു, മരത്തിന്റെ ഒരു കമ്പ് വീണതാ. നമുക്കറിയാമല്ലോ, ഇവര് താമസിക്കുന്ന ഏരിയ ഫുള്ള് വനത്തിനുള്ളിലാണ്. ഈ കാട്ടുനായകർ എന്ന് പറയുന്ന ആൾക്കാർ താമസിക്കുന്നത് ഈ വനത്തിനുള്ളിലാണ്. അപ്പം ഈ മരം വീണത് നേരെ ഈ വീട്ടിലേക്ക് വീണതാ. അതിന്റെ ഒരു കമ്പ് വന്നിട്ട് ഒരു കൊച്ചിന്റെ ദേഹത്തേക്ക് വീഴുവാനിടയായി തീർന്നു. ഒരു 4 വയസ്സുള്ള ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീഴുവാനിടയായി തീർന്നു. ഈ കുഞ്ഞ് ബോധമില്ലാതെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യം ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. മൂക്കിലൂടെ ബ്ലഡ് വന്ന്, ചെവിയിലൂടെ ബ്ലഡ് വന്ന്, കണ്ണിലൂടെ പോലും ബ്ലഡ് പൊടിഞ്ഞ് നട്ടെല്ലുകളെല്ലാം പൊട്ടി തകർന്ന് ഇരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. ആമേൻ. ഈ സംഭവം നടന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആലയത്തിലിരിക്കുക. ഇവരുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ചു പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് ബത്തേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, ബത്തേരിയിൽ നിന്നാണ് ഞങ്ങൾ ഈ വിവരം വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വരുമ്പോഴെന്തായാലും താമസിക്കും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വീഡിയോ കോൾ ചെയ്യുമെന്ന് പറയുവാനിടയായി. വീഡിയോ കോളിലൂടെ ഞാൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്ന, ദൈവമേ ആ കുഞ്ഞിനെ ദൈവമേ സ്വന്തമായി ശ്വസിപ്പാൻ ദൈവം കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അബോധാവസ്ഥയിൽ കിടന്ന കുഞ്ഞ് കണ്ണെല്ലാം തുറക്കുവാനിടയായി തീർന്നു. പെട്ടെന്ന് അവന്റെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഇവന് പെട്ടെന്ന് തന്നെ കോഴിക്കോട് കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ കുഞ്ഞിനെ അവർ മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ സ്കാനിങ്ങും മറ്റ് MRI എല്ലാം ചെയ്തിട്ട്
ആ ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയും ആ കുഞ്ഞിന് മേലെ ഇല്ലായിരുന്നു. ഞാന് അന്നൊരു ഞായറാഴ്ച കഴിഞ്ഞ് ഞാൻ ആ കൊച്ചിനെ കാണുവാൻ വേണ്ടി കോഴിക്കൽ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവരൊരു ലെറ്റർ പാഡ് എന്റെ കയ്യിൽ തന്നു. ചുവന്ന മഷിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ കുഞ്ഞ് ഈ ജീവിക്കുകയില്ല, ഇനി ജീവിച്ചാലും അബോധാവസ്ഥയിൽ തന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒരു ലെറ്ററിനകത്ത് ഇങ്ങനെ എഴുതിയിട്ട് മാതാപിതാക്കളുടെ ഒപ്പ് അവര് മേടിച്ചിരിക്കുന്നത് ഈ ഡോക്ടർമാര് അതെനിക്ക് കാണിച്ചു തരുവാനിടയായി തോന്നുന്നു. അപ്പൊ അന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുവാനിടയായി തോന്നുന്നു. ഞാൻ ദൈവത്തോട് ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. ദൈവമേ, ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുന്ന കാലം ഒരു മരണം കാണുവാൻ ദൈവം അനുവദിക്കരുത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. ഒരു മരിച്ച കുഞ്ഞുമായിട്ട് ഈ ആലയത്തിലേക്ക് വരുവാനിടയാക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. കാരണം ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളാണ്. അപ്പോ അവിടെ ഇങ്ങനെയുള്ള തുടക്ക കാലങ്ങളിൽ തന്നെ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ദൈവം അതെനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചന്ന് സൺഡേയിൽ ഞാൻ അവരെ കോഴിക്കോട് പോയി കാണുവാനിടയായി തോന്നുന്നു. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഇവിടെ മാതാവ് വളരെയേറെ എന്നെ കണ്ട് കരയുവാനിടയായി തോന്നുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഈ കൊച്ചു ജീവിക്കുകയില്ല, കൊച്ചു മരിച്ചു പോകുന്നൊക്കെയാണ് പറഞ്ഞെന്ന് പറയുവാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞു, സാരല്ല, ഡോക്ടർമാരല്ലേ അങ്ങനെ പറഞ്ഞേക്കുന്നത്, ദൈവം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞു ഈ കുഞ്ഞു ജീവനോടെ തിരിച്ചു മടങ്ങിപ്പോകൂ എന്ന് ദൈവം പറഞ്ഞു എന്ന് ഞാൻ പറയുവാനിടയായി തോന്നുന്നു. അവരോട് ദൈവാലോചന പറയുവാനിടയായി തോന്നുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിന് കൈമേലെ കൈവച്ച് പ്രാർത്ഥിച്ച് മൂന്നിന്റെ അന്ന് ആ കൊച്ച് സ്വന്തമായി എഴുന്നേറ്റ് നടക്കുവാനിടയായി തോന്നുന്നു. ഡോക്ടർമാര് വരുമ്പോ ഈ കൊച്ച് ബെഡിൽ തലയും കുത്തി നിൽക്കുക, ചെറുപ്രായമാണല്ലോ, കളിച്ചു നടക്കുന്ന പ്രായമാണല്ലോ, ഈ കുഞ്ഞ് തലയും കുത്തി നിൽക്കുന്നതാണ് കണ്ടത്. അവർക്ക് തന്നെ അതിശയമാകുവാനിടയായി തോന്നുന്നു. കാരണം ഈ കൊച്ച് ഇവിടെ വാരിലെല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ കൊച്ചു ഒരിക്കലും എഴുന്നേൽക്കില്ല. മാത്രമല്ല, മൂക്കിലൂടെ ബ്ലഡ് വന്ന് അത് കോട്ടായി, ചെവിയിലൂടെ ബ്ലഡ് വന്ന് അത് കോട്ടായി ഇങ്ങനെ നിൽക്കുക. ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയില്ല. എന്നാല് ദൈവത്തിന് മുമ്പില് ദൈവ അത്ഭുത മന്ത്രിയാണല്ലോ, ദൈവം വീരനാം ദൈവമാണല്ലോ, ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ദൈവം എന്താക്കി, ആ കൊച്ചിനെ 3 ദിവസം കഴിഞ്ഞപ്പോ സ്വർഗത്തില് ദൈവം അതിനെ സൗഖ്യം കൊടുപ്പാനിടയായി തീർന്നു. കുറഞ്ഞ 10 ദിവസം കൊണ്ട് അവർ ആ മെഡിക്കൽ കോളേജ് വിട്ട് സ്വഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തോന്നുന്നു. അങ്ങനെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വേലയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വേല ഇനിയും ശക്തിയായി ചെയ്യുവാന് അനേക ദേശങ്ങളിൽ ചെന്ന് അനേകരോട് യേശു കർത്താവിന്റെ മായമില്ലാത്ത വചനം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ മേൽ കൃപ നൽകേണ്ടതിനായി നിങ്ങളെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം മാനന്തവാടിയിലും ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാനിടയായി തീർന്നു. ഇവിടെ ഞങ്ങൾ കടന്നു വന്ന ആ സാഹചര്യത്തും ഒരു സഹോദരി വയറുവേദനയായിട്ട് അന്ന് രാത്രിയിൽ ഞങ്ങളെ വിളിപ്പാനിടയായി തീർന്നു. ഞങ്ങളുടെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അമ്മച്ചിയുടെ മരുമോളാണ്, അവര് ദൈവത്തെ അറിയാത്തത്. അപ്പൊ അവര് ഞങ്ങളെ വിളിപ്പാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെ ആലയത്തിലേക്ക് കടന്നു വരുവണമെന്ന് പറയുവാനിടയായി തോന്നുന്നു. അങ്ങനെ രാവിലെ കടന്നു വന്ന് ഞാൻ അവർക്ക് പ്രാർത്ഥിച്ച് വെള്ളമെല്ലാം കൊടുപ്പാനിടയായി തീർന്നു. അവർക്ക് ആ വെള്ളം കുടിച്ചപ്പോൾ തന്നെ ആ പെൺകൊച്ച അവിടെ ഛർദ്ദിപ്പാനിടയായി തോന്നുന്നു. ഛർദ്ദിച്ച് അവർക്കൊരു പൂർണ്ണമായ വിടുതൽ, വയറുവേദനയിൽ നിന്നെല്ലാം പൂർണ്ണമായ വിടുതൽ ദൈവം കൊടുപ്പാനിടയായി തീർന്നു. അവരിപ്പോഴും 3-4 ആഴ്ചത്തോളായി ചർച്ചിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ഞങ്ങളിലൂടെ ചെയ്തു വരുന്നു. നിങ്ങളും തുടർന്ന് ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കള് അവരുടെ മാതാപിതാക്കളെ സാക്ഷ്യവും നമ്മുടെ അസാദി ടിവിയിലുണ്ട്. മാതാപിതാക്കൾ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവാനിടയായി തീർന്നു. ഇവര് ബൈക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇന്നോവ കാർ ഇവർ വന്ന് തട്ടുവാനിടയായി തീർന്നു. അതിൽ നിന്നെല്ലാം ദൈവം അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു. അപ്പൊ അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തില് ദൈവം ചെയ്തു വരികയാണ്. എന്റെ ഭാര്യയുടെ മാതാവും പിതാവും അവര് ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന സംഘടനയോട് ചേർന്ന് മാനന്തവാടി കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. എന്റെ അച്ഛന്റെ പേര് രാമൻ എന്നാണ്. രാമൻ, അമ്മയുടെ പേര് ശാന്ത. അവര് ദൈവത്തിന്റെ വേല നടവയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നെക്കുപ്പ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അവരെ ഓർത്തു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കൊന്നും നല്ല വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല.
എങ്കിലും ദൈവം തരുന്ന ജ്ഞാനവും അറിവും മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. നന്നായിട്ട് പഠിപ്പാനോ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല അക്ഷരങ്ങൾ പറഞ്ഞു തരുവാനോ ഒന്നും സാധിച്ചില്ല. എൻ്റെ പിതാവാണെങ്കിൽ 1-ാം ക്ലാസ് പോലും പോകാത്തൊരു വ്യക്തിയാ, 1-ാം ക്ലാസ്സിന് പടി കാണാത്ത വ്യക്തി. അദ്ദേഹവും ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. ദൈവം വെളിപ്പാടും കാര്യങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഈ നാളുകൾ തരികയാ. പിതാവ് ഇന്ന് ബൈബിളൊക്കെയും വായിപ്പാൻ പഠിച്ചു. എന്നെക്കാളും നന്നായിട്ട് ഇപ്പം ദൈവത്തിന്റെ വചനമൊക്കെ വായിച്ച് പ്രസംഗിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. അപ്പൊ അന്നത്തെ കാലങ്ങളിലൊന്നും വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരവസരവും ഇല്ലാത്ത കാലങ്ങളാണ്. ഞങ്ങള് അടിമകളായി കഴിഞ്ഞൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ജമ്മിമാർ, നമുക്ക് വയനാടിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അറിയുവാനിടയായിത്തീർന്നു. ഞങ്ങളൊക്കെ ഈ അടിമത്വത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോ ഞങ്ങളെ തീറ്റി വെച്ച് കെണിയൊരുക്കിയിട്ട് അവർ ഞങ്ങളെ കെണിയിൽ അകപ്പെടുത്തി അവരെ വീട്ടു തടങ്കലിൽ അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു പണിയർ എന്ന് പറയുന്ന സമൂഹം. അതിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിന്റെ മക്കളാക്കി, ദൈവരാജ്യത്തിന്റെ അവകാശമാക്കി, ദൈവസ്വർഗത്തിലെ ദൈവം ഞങ്ങളെ തീർപ്പാനിടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് തുടർന്ന് അനേകരോട് പറയുവാനിടയായിത്തീരും, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ ചങ്കുറ്റത്തോടെ അത് പറയുവാനിടയായിത്തീർന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്രത്തോളം അത്ഭുതങ്ങൾ, വലിയ മിറക്കിള് ദൈവം ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ വലിയ സാക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോ തുടർന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്തും ഞങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ ഓർത്ത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ എനിക്ക് കുഞ്ഞുണ്ട്. ആ കുഞ്ഞിപ്പോഴ് 4 വയസ്സായി. കഴിഞ്ഞ മാസം അവന് 4 വയസ്സ് ആവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആ സാഹചര്യങ്ങളൊക്കെ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾക്കറിയാം, ട്രൈബൽ മിഷൻ ആയാലും ഗോസ്ബൽ ആയാലും തുച്ഛമായ വരുമാനം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതിലൊക്കെ നിന്നുകൊണ്ട് കൊച്ചിനെ പഠിപ്പിക്കാനാണ് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങൾക്കൊക്കെ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കണമെന്ന് വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു അവസരം തന്ന ചിക്കാഗോ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും, പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. എൻ്റെ പിതാവിന്റെ അച്ഛൻ, മന്ത്രവാദിയായ പിതാവും ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ഇപ്പൊ 100 വയസ്സിന് മേലെ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. അദ്ദേഹം ഇന്നും നല്ല ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പിതാവിനെ ഓർത്ത് ഞങ്ങൾ കുടുംബമായി ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ബന്ധുക്കാരും സ്വന്തക്കാരെല്ലാം ദൈവത്തെ അറിയുവാനിടയായി തീർന്നു. ആ ദേശത്ത് അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാനിടയായി തീർന്നു. തുടർന്നും ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്തും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിച്ച് ദൈവസന്നിധിക്കും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ. നല്ല അനുഗ്രഹീതമായ ഒരു ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രവിക്കുവാനായിട്ട് വലിയവനായ കർത്താവ് സഹായിച്ചുവല്ലോ. കർത്താവിൻ്റെ ദാസൻ അശോകനെയും തൻ്റെ കുടുംബത്തെയും കുഞ്ഞിനെയും അതുപോലെ തന്നെ തൻ്റെ ഗ്രാമത്തെയും താൻ ശുശ്രൂഷിക്കുന്നതായ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മധ്യേ പാസ്റ്റർ ജോൺ വത്സലം പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ AK രാജൻ ആശീർവാദത്തോടു കൂടി ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ നമുക്ക് പര്യവസാനിപ്പിക്കാം.